വാർത്തകൾ വിശദമായി. ദുബായിൽ അനധികൃത ഗതാഗത സേവനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി. ഇ-ഹെയിൽ ഉൾപ്പെടെയുള്ള ടാക്സി സേവനദാതാക്കൾ ലൈസൻസില്ലാതെ പ്രവർത്തിച്ചാൽ 50,000 രൂപ വരെ പിഴ ഈടാക്കുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. പെർമിറ്റ് ഇല്ലാത്ത ടാക്സികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. സമൂഹമാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്ത് ഭക്ഷ്യവസ്തുക്കൾ വിറ്റഴിക്കുന്നവർക്കെതിരെ അബുദാബി ഭക്ഷ്യ നിരീക്ഷണ അതോറിറ്റി അധികൃതർ താക്കീത് നൽകി. റംസാൻ അരികിലെത്തിയതോടെ വ്യാജ പരസ്യം വർദ്ധിച്ചിട്ടുണ്ടെന്ന് അബുദാബി ഭക്ഷ്യ നിരീക്ഷണ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇത്തരം നവമാധ്യമ പരസ്യങ്ങൾ സംബന്ധിച്ച് 800555 നമ്പറിൽ പരാതിപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. അവാമിയിലെ 14 പേർക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് പ്രത്യേക കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഖത്തീബിലും പരിസര പ്രദേശങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ, പിടിച്ചുപറി, കൊലപാതകം തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ശിക്ഷ. 24 പേരടങ്ങുന്ന സംഘത്തിൽപ്പെട്ട 14 പേർക്കാണ് വധശിക്ഷ വിധിച്ചത്. മറ്റ് 9 പേർക്ക് 3 വർഷം മുതൽ 15 വർഷം വരെ ജയിൽ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ തുറന്ന സ്ഥലങ്ങളിൽ ഉച്ചസമയത്ത് ജോലി ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിട്ടു. പകൽ 11 മുതൽ 4 മണി വരെയാണ് വിലക്കുള്ളത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് അവസാനം വരെയാണ് വിലക്ക് നിലനിൽക്കുക. ഇക്കാര്യത്തിൽ നിയമലംഘനമുണ്ടായാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. സൗദിയിൽ തൊഴിലാളി താമസ കേന്ദ്രങ്ങളുടെ നിലവാരം ഉയർത്താൻ പദ്ധതി വരുന്നു. തൊഴിലാളികൾ താമസിക്കുന്ന മുറികളും മറ്റ് അനുബന്ധ സ്ഥലങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉള്ളത് ആകണമെന്നാണ് നിർദ്ദേശം. ലേബർ ക്യാമ്പുകളുടെ നിലവാരം ഇപ്പോഴത്തതിൽ നിന്നും വളരെ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് സൗദി ചേംബർ ഓഫ് കൊമേഴ്സ് ദേശീയ കോൺട്രാക്ടിംഗ് സമിതി അഭിപ്രായപ്പെട്ടു. ഈ ലക്ഷ്യം മുൻനിർത്തി ഗവൺമെന്റ് പദ്ധതികളുടെ കരാർ ഏറ്റെടുക്കുന്ന കമ്പനികളിലെ തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ കൂടി ടെൻഡർ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തും. പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനുള്ള യോഗ്യത നേടുന്ന കമ്പനികൾ അവരുടെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കിയിരിക്കണം. അല്ലാത്ത കമ്പനികൾക്ക് ടെൻഡറുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുണ്ടാവില്ല. അടുത്ത ഹിജ്റ വർഷം മുതൽക്കാണ് പുതിയ നിയമം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. മുറികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സംവിധാനം ഉണ്ടാക്കൽ, ബാങ്കുകളുടെ ശാഖകൾ ഒരുക്കൽ, സൂപ്പർ മാർക്കറ്റുകൾ ഒരുക്കൽ, കാർഗോ ഓഫീസുകൾ തുറക്കൽ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ലേബർ തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദമാം. യുഎഇയിൽ അനധികൃത ടെലിമാർക്കറ്റിംഗ് നടത്തിയ 7 സംഘത്തെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ കേന്ദ്രം റെയ്ഡ് ചെയ്താണ് പ്രതികളെ തൊണ്ടി സഹിതം പിടികൂടിയത്. ഇത്തിസലാത്ത് ഡു കമ്പനികളുടെ ഭാഗ്യ നമ്പറുകളിൽ 2 ലക്ഷം ദിർഹം സമ്മാനം അടിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നവരെക്കുറിച്ച് 901 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കെനിയയിൽ താമസിക്കുന്ന മലയാളി അധ്യാപിക രാധിക ലിയുടെ ആത്മകഥ റെയിൻബോസ് ഇൻ മൈ ക്ലൗഡ്സ് നാളെ പ്രകാശനം ചെയ്യും. രാവിലെ 10:30 ദുബായ് ഇന്ത്യ ക്ലബിലാണ് പരിപാടി. ദുബായിലെ കെനിയൻ കോൺസുൽ ജനറൽ കരിയുക്കി മുഗ്വെ ഇന്ത്യൻ കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷണ് കോപ്പി നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുക. യുഎയിലെ പ്രമുഖ റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് അജ്മാൻ മുഷ്രിഫിൽ ആരംഭിച്ചു. വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ KP ബഷീർ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. ഷെയ്ഖ് സുൽത്താൻ ബിൻ സഖർ ബിൻ റാഷിദ് അൽ നുഐമി മുഖ്യ അതിഥിയായിരുന്നു. സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ബാൻഡ് ബിഗ് ജി എന്ന പേരിൽ സംഗീത ബാൻഡ് ഒരുക്കുന്നു. ബാൻഡിന്റെ അരങ്ങേറ്റം നാളെ രാത്രി 8-ന് ദുബായ് അൽനാസർ ലീഷർ ലാൻഡിൽ നടക്കുമെന്ന് ഗോപി സുന്ദർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഫ്സൽ, ഹരിചരൺ, നജീം അർഷാദ്, മക്ബൂൽ, മൻസൂർ, റംഷി, അർജുൻ തുടങ്ങിയ ഗായകർ 3.5 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഗോപി സുന്ദറിനൊപ്പം അണിനിരക്കും. MFS ഇന്റർനാഷണൽ കമ്പനിയുടെ കീഴിൽ ലാമിയ എന്ന ബ്രാൻഡിൽ ദുബായിൽ സമൂസയും പൊറോട്ടയും വിപണിയിൽ ഇറക്കുന്നു. സമൂസ നേരത്തെ തന്നെ വിപണിയിൽ ഉണ്ടെങ്കിലും പൊറോട്ട ആദ്യമായാണ് കമ്പനി MD MC ഇറക്കുന്നതെന്ന് MC സിറാജ് അറിയിച്ചു. പുതിയ ഉൽപ്പന്നങ്ങളുടെ ഉദ്ഘാടനം പാചക വിദഗ്ധ ജുമാന ഖാദിരി നിർവഹിച്ചു. ദുബായിൽ റമസാൻ മാസത്തോട് അനുബന്ധിച്ച് RTയുടെ ഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമം പ്രഖ്യാപിച്ചു. കസ്റ്റമർ സർവീസ് സെന്ററുകൾ, കാർ പാർക്കിംഗ് മേഖല, ബസ്സുകൾ, ദുബായ് മെട്രോ, ദുബായ് ട്രാം, ജലഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവയുടെ സമയമാണ് RTA പ്രഖ്യാപിച്ചത്. മുഖ്യ സ്റ്റേഷനുകളായ ഗോൾഡ് സൂക്ക്,
ഗുബൈബ എന്നിവിടങ്ങളിൽ പുലർച്ചെ 5 മുതൽ രാത്രി 12 വരെയാണ് സർവീസ് നടത്തുക. ഗുബൈബ ബസ് സ്റ്റേഷൻ 24 മണിക്കൂറും പ്രവർത്തിക്കും. 8 മാസത്തിനിടെ 20% നിർമ്മാണ കമ്പനികൾ സൗദി വിപണിയിൽ നിന്നും പിൻവലിഞ്ഞതായി റിപ്പോർട്ട്. നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത കോൺട്രാക്ടിംഗ് കമ്പനികളിൽ 50% മറ്റു വിഭാഗങ്ങളിലേക്ക് പ്രവർത്തനം മാറ്റി. നിരവധി തൊഴിലാളികൾ സ്വകാര്യ മേഖലയിൽ നിന്നും പിരിഞ്ഞുപോയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ കഴിയാത്തതും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുമാണ് പല കമ്പനികളും പ്രതിസന്ധിയിലാകാൻ കാരണം. ബഹ്റൈനിലെ കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന റമദാൻ 7A സൈഡ് സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ജൂൺ 9-ാം തീയതി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പങ്കെടുക്കാൻ താൽപര്യമുള്ള ടീമുകൾക്ക് ജൂൺ 7 വരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മത്സരിക്കാവുന്ന ടൂർണമെന്റിന്റെ രജിസ്ട്രേഷൻ തുക 30 ദിനാറാണ്. 9 അംഗ ടീമിൽ നിന്നും 7 പേർക്ക് മത്സരത്തിനിറങ്ങാം. ടൂർണമെന്റിൽ വിജയിക്കുന്ന ടീമിന് $501 സമ്മാനമായി നൽകുക. 2ാം സ്ഥാനക്കാർക്ക് $251 സമ്മാനം നൽകുമെന്ന് KCA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. അൽ റയാൻ പോളിക്ലിനിക് കലാഭവൻ നൈറ്റ് വിവിധ കലാപരിപാടികളോടെ അൽഹയറിലെ അൽ ഉവൈദ ഫാം ഹൌസ് ഓപ്പൺ ഗ്രൗണ്ടിൽ അരങ്ങേറി. ചിത്രകാരി റെജീന നിയാസ് കലാഭവൻ മണിയുടെ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനം അൽ റയാൻ പോളിക്ലിനിക് പബ്ലിക് റിലേഷൻസ് മാനേജർ ലിയാഖത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അവർ പറയട്ടെ നാടകവും മാജിക് ഷോയും മിമിക്സ് ഷോയും അരങ്ങേറി. പ്രതിഭ സാംസ്കാരിക വേദി നജ്റാൻ കേന്ദ്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ ബാലന് യാത്രയയപ്പ് നൽകി. പ്രതിഭ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ ഭദ്രൻ മൊമന്റോ കൈമാറി. ജോയിന്റ് സെക്രട്ടറി ഷാനവാസ് യാത്രാ ടിക്കറ്റ് കൈമാറി. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഡിഫ സോക്കർ ലീഗ് ഫുട്ബോൾ മേളയ്ക്ക് വ്യാഴാഴ്ച തുടക്കം. ഇതാദ്യമായാണ് ഡിഫയ്ക്ക് കീഴിൽ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ലീഗ് അടിസ്ഥാനത്തിൽ ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. ഡിഫയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 21 ടീമുകളാണ് 2 ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടുക. തുക്ബ സ്പോർട്സ് ക്ലബ് മൈതാനിയിലാണ് ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. നവോദയയുടെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് ദമാം റാബിയ കുടുംബവേദിയുടെ നേതൃത്വത്തിൽ ടാലന്റ് പ്ലസ് 2016 മത്സരങ്ങൾ സംഘടിപ്പിച്ചു. LKG മുതൽ +2 വരെ 13 വിവിധ വിഭാഗങ്ങളിലായി ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ പ്രസംഗ മത്സരം, കവിത ആലാപനം എന്നീ മത്സരങ്ങൾ അരങ്ങേറി. LDF സർക്കാർ പ്രവാസി ക്ഷേമത്തിന് മുൻഗണന നൽകണമെന്ന് നവയുഗം സാംസ്കാരിക വേദി ഷഹർനാജ യൂണിറ്റ് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നവയുഗം അൽഹസ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ ഷഹർനാജ കേന്ദ്രമായി രൂപീകരിച്ച പുതിയ യൂണിറ്റ് നവയുഗം കേന്ദ്ര കമ്മിറ്റി രക്ഷാധികാരി ഉണ്ണി പൂച്ചെടിയൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി രാജേഷിനെയും സെക്രട്ടറിയായി പ്രദീപ് കുമാറിനെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന്റെ അംഗീകാരത്തോടെ ദമാമിൽ പ്രവർത്തിക്കുന്ന മധുരം മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. 2016 ജൂലൈ 1 മുതൽ 2017 ജൂൺ 30 വരെയുള്ള പ്രവർത്തന കാലയളവിലേക്കുള്ള ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത്. മുഹമ്മദ് ഹനീഫ പെരിഞ്ചേരിയാണ് അധ്യക്ഷൻ. റമദാന് സ്വാഗതം എന്ന തലക്കെട്ടിൽ തനിമ അൽഖബാർ സോൺ സംഘടിപ്പിച്ച വിജ്ഞാന സദസ്സ് അപ്സര റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു. തനിമ സോണൽ വൈസ് പ്രസിഡന്റ് അഷ്റഫ് സലഫി കരക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ ഭരണരംഗത്ത് മന്ത്രിസഭ വിപുലമായ അഴിച്ചുപണി നടത്തി. അഡ്വക്കേറ്റ് CP സുധാകര പ്രസാദ് അഡ്വക്കേറ്റ് ജനറൽ ആകും. ശ്രീധരൻ നായർ ആണ് പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. IAS തലപ്പത്തും വൻ അഴിച്ചുപണിയാണ് സർക്കാർ വരുത്തിയത്. സംസ്ഥാനത്തെ ഭരണരംഗത്ത് സുപ്രധാനമായ അഴിച്ചുപണിയാണ് ഇന്നത്തെ ക്യാബിനറ്റ് യോഗം നടപ്പിലാക്കിയത്. അഡ്വക്കേറ്റ് ജനറലായി CP സുധാകര പ്രസാദിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായരെയും സർക്കാർ നിയമിച്ചു. CP സുധാകര പ്രസാദ് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തും അഡ്വക്കേറ്റ് ജനറലായിരുന്നു. ഇതോടൊപ്പം IAS തലപ്പത്തും വൻ അഴിച്ചുപണിയാണ് സർക്കാർ നടപ്പിലാക്കിയത്. പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയായി ഡോക്ടർ ഉഷ ടൈറ്റസിനെ നിയമിച്ചു. KR ജ്യോതിലാലിനെ ഗതാഗത ദേവസ്വം സെക്രട്ടറിയാക്കി. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും VS സെന്തിലിനെ മാറ്റി പ്ലാനിംഗ് പരിസ്ഥിതി സെക്രട്ടറിയാക്കി. PWD സെക്രട്ടറിയായിരുന്ന APM മുഹമ്മദ് ഹനീഫാണ് പുതിയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി. B ശ്രീനിവാസാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. രാജീവ് സദാനന്ദൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാവും. ഡോക്ടർ V വേണു പട്ടികജാതി ടൂറിസം വകുപ്പ് സെക്രട്ടറിയാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും മടങ്ങിയെത്തിയ പോൾ ആന്റണിയാണ് വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയാവുക.
ആശ തോമസ് സപ്ലൈകോ CMD-യും രാജു നാരായണസ്വാമി കൃഷി വകുപ്പ് സെക്രട്ടറിയുമാവും. റാണി ജോർജ്, വിശ്വാസ് മേത്ത, KM എബ്രഹാം, ജെയിംസ് വർഗീസ് എന്നിവർ യഥാക്രമം സാംസ്കാരിക, റവന്യൂ, ധനകാര്യ, തുറമുഖ വകുപ്പുകളുടെ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. VK ബേബിയാണ് പുതിയ ഗ്രാമവികസന വകുപ്പ് സെക്രട്ടറി. TK ജോസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വകുപ്പിലുണ്ടാവും. ഇന്ദ്രജിത് സിംഗാണ് പുതിയ റെസിഡൻസ് കമ്മീഷണർ. PH കുര്യൻ വ്യവസായ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് തുടരും. എന്നാൽ IT വകുപ്പ് സെക്രട്ടറിയായി M ശിവശങ്കരൻ നിയമിതനാവും. ടിങ്കു ബിസ്വാൾ ജലസേചനവും, VJ കുര്യൻ സിയാൽ MD-യുമാവും. മാരപാണ്ഡിനാണ് പുതിയ വനം സെക്രട്ടറി. കമലാവർദ്ധൻ റാവു ഫിനാൻസ് എക്സ്പെൻഡിച്ചറിലേക്കും ഷാജഹാൻ ന്യൂനപക്ഷ സാമൂഹ്യനീതി വകുപ്പുകളുടെയും സെക്രട്ടറിയാവും. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കുന്ന ക്യാബിനറ്റ് ഉപസമിതി യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ ഈ തീരുമാനം നടപ്പിലാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നതിനായി ചോദ്യാവലി അയച്ചു നൽകും. റിപ്പോർട്ട് അടുത്ത ക്യാബിനറ്റിൽ വെക്കാനാണ് ഉപസമിതി ആലോചിക്കുന്നത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. നിയമരംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരമായാണ് അഡ്വക്കേറ്റ് ജനറൽ പദവി വീണ്ടും സുധാകര പ്രസാദിനെ തേടിയെത്തിയത്. സർക്കാർ താൽപര്യങ്ങൾ സംരക്ഷിച്ച് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന CP സുധാകര പ്രസാദ് വീണ്ടും അതേ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഏറെ സന്തോഷത്തിലാണ്. സത്യസന്ധമായ ഇടപെടലുകൾക്കുള്ള അംഗീകാരമാണ് വീണ്ടും ഈ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂസംബന്ധമായ കേസുകൾ തീർപ്പാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലാൻഡ് അക്വിസിഷൻ കേസുകൾ അത് കഴിഞ്ഞ ധാരാളം പെൻഡൻസികളാണ്. ഇപ്പോൾ എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കഴിയുന്നത് വേഗം തീർക്കണം. തീർത്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ധാരാളം പോകും ഗവൺമെൻറ്. വർക്കലയ്ക്കടുത്ത ചാവർക്കോട് ഗ്രാമത്തിൽ M പത്മനാഭൻ കൗസല്യ ദമ്പതികളുടെ പുത്രനായി 1940 ജൂലൈ 24-നാണ് ഇദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി 1964 കൊല്ലത്ത് പ്രാക്ടീസ് ആരംഭിച്ചു. തുടർന്ന് എറണാകുളത്തെത്തിയ സുധാകര പ്രസാദ് നേരത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന P സുബ്രഹ്മണ്യം പോറ്റി അടക്കമുള്ളവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായി ചുമതലയേറ്റു. ജിഷാവധക്കേസ് കേരള പോലീസിന് വെല്ലുവിളിയാണെന്ന് DGP ബെഹ്റ പറഞ്ഞു. അധികം വൈകാതെ കുറ്റവാളികളെ പിടികൂടാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. CBI മാതൃകയിലുള്ള ശാസ്ത്രീയ അന്വേഷണ രീതി കേരള പോലീസിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. DGP സ്ഥാനം ഏറ്റെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജിഷ കേസ് ഒരു ചാലഞ്ചാണ് കേരള പോലീസ്ക്ക്. ഇപ്പോൾ ഞാൻ മേധാവിയായി വന്നു, എനിക്ക് ഒരു ചാലഞ്ചാണ്. സോ ഐ വിൽ പുട്ട് മൈ ബെസ്റ്റ് ഫുട്ട്. വിതിൻ 2 days ഐ എം പ്ലാനിങ് ഈ കാര്യങ്ങൾ, ഈ പ്രോട്ടോകോൾ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം ഐ വിൽ പേഴ്സണലി ഗോ. മേ ബി ഐ വിൽ ഹാവ് സംതിങ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാം. ഫയർഫോഴ്സ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയെ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന പോലീസ് മേധാവിയാക്കി സർക്കാർ നിയമിച്ചത്. ഫയർഫോഴ്സ് ആസ്ഥാനത്ത് നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പുതിയ DGP ചുമതലയേൽക്കാൻ എത്തിയത്. പോലീസ് ആസ്ഥാനത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷമാണ് ലോക്നാഥ് ബെഹ്റ ചുമതല ഏറ്റെടുത്തത്. പോലീസിൽ ആധുനികവൽക്കരണം നടപ്പാക്കുമെന്നും CBI മോഡൽ അന്വേഷണ സംവിധാനം കൊണ്ടുവരുമെന്നും DGP വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകും. ദീർഘനാളായി തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കും. മുൻ പോലീസ് മേധാവി TP സെൻകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ബെഹ്റ തയ്യാറായില്ല. നല്ല ദിവസം നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാമെന്നായിരുന്നു പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രവാസികളുടെയും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്കാകുമെന്ന് യൂസഫ് അലി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ MA യൂസഫ് അലി ഉറപ്പു നൽകി. സ്മാർട്ട് സിറ്റിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ സൗകര്യപ്രദമായ തീയതിയിൽ കേരളത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്നാലാവും വിധം കേരളത്തിന്റെ പുരോഗതിക്ക് എല്ലാ സഹായവും യൂസഫ് അലി മുഖ്യമന്ത്രിക്ക് വാഗ്ദാനം നൽകി. ഈ വളർന്നു വരുന്ന അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്ക് ജോലി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യവും അത്യാവശ്യമായ കാര്യവും. അതിനുവേണ്ടി പരിശ്രമിക്കും ഈ പുതിയ മുഖ്യമന്ത്രി എന്നുള്ളതിൽ എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. റമദാനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ സന്ദർശിക്കാൻ യൂസഫ് അലി ക്ഷണിച്ചു. 4000 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റ് വൈകാതെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലുലു എക്സ്ചേഞ്ച് CEO അജീദ് അഹമ്മദും യൂസഫ് അലിക്കൊപ്പം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. S ജീവൻകുമാർ, തിരുവനന്തപുരം. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചു.
2016-17 അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് സ്കൂളുകളിൽ ആദ്യാക്ഷരത്തിന്റെ മധുരം നുകരാനായി എത്തിയത്. നവാഗതരെ സ്വീകരിക്കാനായി വിപുലമായ രീതിയിലാണ് സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നത്. മധുരം നൽകിയും പൂക്കൾ വിതരണം ചെയ്തും അക്ഷരത്തൊപ്പി അണിയിച്ചും പായസം വിതരണം ചെയ്തും പുതിയ കുട്ടികളെ അധ്യാപകരും മുതിർന്ന കുട്ടികളും ചേർന്ന് ആനയിക്കുകയായിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയായത് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. മനോഹരമായ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരമായിരുന്നു ഇവിടെ കുട്ടികളെ വരവേറ്റത്. മേയർ വി കെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിൽ പല നിർവചനങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു നല്ല നിർവചനം എന്ന രീതിയിൽ ഞാൻ പറയാറുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന സാമൂഹിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ്. ഈ സങ്കല്പം എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ മതി. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് തലങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കി പ്രവേശനോത്സവം ശ്രദ്ധേയമാക്കി. കളിയും ചിരിയും അറിവും പഠനവുമായി മറ്റൊരു അധ്യയന വർഷം കൂടി ഇനി സ്കൂൾ മുറ്റത്ത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 നാളെ വൈകിട്ട് 6 മണിക്ക് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. ചലച്ചിത്ര മേഖലയിൽ നിന്നും 75ഓളം പേർ പങ്കെടുക്കുന്ന മെഗാ ഷോ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. കൈരളി ഉത്സവ് 2016 തിരുവല്ലയിലേക്ക് കലയുടെയും സംഗീതത്തിന്റെയും ഉത്സവം ഒരുക്കി കൈരളി TV വീണ്ടും എത്തുന്നു. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇത്തവണ തിരുവല്ലയാണ് വേദിയാകുന്നത്. പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ, റിമി ടോമി, ഡെൽഫി നൈനാൻ എന്നിവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളും നർത്തകരുമായ ഷംന കാസിം, സരയു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമൊരുക്കുന്ന നൃത്തവിരുന്നും ഹരിശ്രീ അശോകൻ, രമേശ് പിഷാരടി എന്നിവരുടെ നേതൃത്വത്തിൽ ഹാസ്യവിരുന്നും അരങ്ങേറുന്ന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയിൽ 75ലധികം കലാകാരന്മാർ അണിനിരക്കും. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന് എതിർവശമുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് ഇത്തവണ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോ അരങ്ങേറുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് മെഗാ ഷോ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ രാജു എബ്രഹാം, വീണ ജോർജ്, ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലീത്ത, കൈരളി TV MD ജോൺ ബിട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.